വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ. രാഹുലിന് നന്ദിയെന്നും AICC തീരുമാനം അതിയായ ആഹ്ലാദവും അഭിമാനവും എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും പകരുന്നതാണെന്നും KPCC അധ്യക്ഷൻ K. സുധാകരൻ പ്രതികരിച്ചു. പ്രിയങ്ക ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കേരളത്തിന്റെ പ്രിയങ്കരിയാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഫേസ്ബുക്കിൽ കുറിച്ചു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. തീരുമാനം ഇന്ത്യ മുന്നണിയെയും കേരളത്തിൽ UDF-നെയും ശക്തിപ്പെടുത്തും. കോൺഗ്രസ് എടുത്തത് ഉചിതമായ തീരുമാനമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ UDF-നെ വലിയ നിലയ്ക്ക് ശക്തിപ്പെടുത്തും. UDF-നെ മാത്രമല്ല ഇന്ത്യ മുന്നണിയെ തന്നെ നല്ല നിലയ്ക്ക് ശക്തിപ്പെടുത്തും. കേരളത്തിൽ തന്നെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു നല്ല കെട്ടുറപ്പോടെയുള്ള ഒരു ഭാവി ഇവിടെ നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തെങ്ങും ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ആത്മവിശ്വാസം പ്രിയങ്ക ഗാന്ധി വരുന്നതിലൂടെ നമുക്കുണ്ടാക്കാൻ കഴിയും. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മുഴുവൻ അവരുടെ തട്ടകം എന്ന് പറയുന്നത് യു പി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജയം ഇന്ത്യ അലയൻസിന് വളരെ ഗുണം ചെയ്യും, ഒരു സംശയമില്ല. അത് ജനങ്ങളും അതേ നോക്കുള്ളൂ. ജനങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പോൾ ഒരു മതേതര ഗവൺമെന്റ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം ജനങ്ങൾക്കുണ്ട്. അവിടെ ഒരു പ്ലസ് പോയിന്റാണ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഇപ്പോൾ KC വേണുഗോപാൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ UDF നേതാക്കളൊക്കെ രാഹുൽ വയനാട് ഒഴിയുകയാണെങ്കിൽ അവിടെ പ്രിയങ്കയെ പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതൊക്കെ കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഈ രാഹുൽ വയനാടിനെ ചതിച്ചു എന്നൊക്കെയുള്ള പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് അതിശക്തമായ പ്രതിരോധം കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വൈകാതെ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ നൽകുന്നതായിരിക്കുമല്ലോ ഈ തീരുമാനം, അല്ലേ? വിജയകുമാർ, തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. കാരണം വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുന്നു എന്നുള്ള ആദ്യ സൂചനകൾ വരുമ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം എന്ന് തന്നെയാണ്. നിരന്തരമായി പല നേതാക്കളും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുകയാണെങ്കിൽ ഇടതുപക്ഷവും ഒപ്പം BJP-യും വലിയ തരത്തിലൊരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ അത്തരം പരാമർശങ്ങൾ വരികയും ചെയ്തു. അതാ വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു, ജനങ്ങളെ മണ്ടന്മാരാക്കി എന്നുള്ള പ്രതികരണം ഇതിനോടകം തന്നെ ഇടതുപക്ഷത്ത് നിന്നും BJP-യുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു വിമർശനങ്ങളെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ വിമർശനങ്ങളുടെ മുനയൊടിക്കുക കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി ഇപ്പോൾ ഹൈക്കമാൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രത്തോളം മികച്ച ഒരു സ്ഥാനാർത്ഥി, പ്രിയങ്ക ഗാന്ധിക്ക് അപ്പുറം മറ്റൊരു മികച്ച സ്ഥാനാർത്ഥിയെ വയനാടിന് നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിനില്ല. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ കരുത്തു പകരുന്നതാണ്. കാരണം നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ ചേർത്ത് നിർത്തിയ നാട് കൂടിയാണ് വയനാട്. ആ നാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു പോകുമ്പോൾ അത്രത്തോളം പകരം വയ്ക്കാൻ കഴിയാത്തൊരു സ്ഥാനാർത്ഥിയെ നൽകുക എന്നത് പാർട്ടിയുടെ കൂടി ബാധ്യതയാണ്. ആ ഒരു സ്നേഹം കൂടി ഇപ്പോൾ തിരിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധിയുടെ വരവിലൂടെ കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 2019 രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF-ന് അത് അനുകൂലമാവുകയും വലിയ വിജയം UDF-ന് നേടാൻ 2019 കഴിഞ്ഞു. 2020 വരുമ്പോഴും ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേതാക്കൾ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഈ 2 ടേമിലും നേടിയതിനേക്കാൾ വലിയ ചരിത്ര ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി നേടുമെന്ന് തന്നെയാണ് നേതാക്കൾ ഉറച്ച് വിശ്വസിക്കുന്നത്. ഒപ്പം അതിന്റെ ആത്മവിശ്വാസം, ആഹ്ലാദം എല്ലാം തന്നെ സംസ്ഥാന നേതൃത്വവും താഴേക്കിടയിലുള്ള അണികളും പങ്കുവയ്ക്കുകയുമാണ്. വിജയകുമാർ. KPCC ആസ്ഥാനത്തു നിന്നാണ് MG പ്രതീഷ് സംസാരിച്ചത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതിനോടകം പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക്, വയനാട്ടിലേക്ക് എത്തുന്നതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തീരുമാനമാണ് ഹൈക്കമാൻഡ് കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ പ്രതികരണം.